പരദേവത, ദൈവങ്ങൾ അല്ലെങ്കിൽ കുടുംബക്ഷേത്രം, ഇതല്ലേ നമ്മളുമായിട്ട് ഏറ്റവും അടുത്ത സങ്കല്പങ്ങളാണ്, ദേവതാ സങ്കല്പങ്ങളാണ്. കാരണം നമ്മളുടെ പൂർവ്വ പിതാക്കന്മാരോ അല്ലെങ്കിൽ അമ്മമാരോ നമ്മളുടെ കുടുംബത്തിലുള്ളവർ അവർ വച്ച് നേദിച്ച് ആരാധിച്ച് ഒക്കെ കഴിഞ്ഞിരുന്നതാണ് ഈ ദേവതയെ. അതുകൊണ്ട് നമ്മളുടെ കുടുംബത്തിലെ ഒരംഗമാണ് അവർക്ക് നമ്മളെക്കാളും കൂടുതൽ നമ്മളുടെ കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം നമ്മളുടെ ഈ പരദേവതയ്ക്ക് അറിയാം. പക്ഷേ ഇപ്പോഴും നമ്മൾക്ക് എന്താ ഒരു പ്രശ്നമെന്നറിയോ, നമുക്ക് പലർക്കും ഒരു പരദേവത എവിടെയാണെന്നറിയാം, ചിലപ്പോൾ വേറെ ദൂര സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും. പക്ഷേ ഈ ഏതെങ്കിലും മഹാക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഇപ്പം ഗുരുവായൂരപ്പനോ ചോറ്റാനിക്കരയമ്മയോ അല്ലെങ്കിൽ അയ്യപ്പസ്വാമിയോ അവരുടെയൊക്കെ ഭക്തരായിരിക്കും നമ്മൾ. അപ്പം നമ്മളെന്ത് ചെയ്യും, കൂടെ അവിടെയൊക്കെ പോയി തൊഴും, അവിടെ പ്രാർത്ഥിക്കും, നമ്മളുടെ കാര്യങ്ങളൊക്കെ അവിടെ പറയും, മിക്കതും നമുക്ക് സാധിച്ചുമൊക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഈ പരദേവതയുമായിട്ടുള്ള ആ അടുപ്പം പലപ്പോഴും കുറയുന്നുണ്ട്. വല്ലപ്പോഴും പോയി ഒന്ന് തൊഴും, എന്തെങ്കിലും വഴിപാട് കഴിപ്പിക്കും എന്നതിന്ന്. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ പറയാറുള്ളതാണ്, ഇപ്പം ഗുരുവായൂർ പോകണമെങ്കിൽ അത് ഭഗവാൻ വിചാരിക്കണമെന്ന്. അല്ല, നമ്മൾ വിചാരിച്ചാലൊന്നും ഗുരുവായൂർ പോകില്ല, നമുക്കൊക്കെ അറിയാം. അതേപോലെ തന്നെ ഈ ഭഗവാൻ വിചാരിക്കണമെങ്കിലുണ്ടല്ലോ, ഇല്ലെങ്കിൽ ഈ ഗുരുവായൂർ പോകാനുള്ള ഒരു സുഹൃതം നമുക്കുണ്ടാകണമെങ്കിൽ നമ്മുടെ ഈ ധർമ്മദൈവം അല്ലെങ്കിൽ ഈ പരദേവത കനിയണം. അതാണ് ഈ ധർമ്മദൈവവും മറ്റേ നമ്മുടെ ഇഷ്ടദേവനും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു ഉപേക്ഷയും വിചാരിക്കരുത്. നമ്മുടെ ധർമ്മദൈവത്തിനെ പ്രാർത്ഥിക്കുക, അവരെ പറ്റുമ്പോഴൊക്കെ പോയി കാണുക. കാരണം നമ്മളുടെ ആ ഉന്നമനത്തിലൊക്കെ ഏറ്റവും ഉത്സുകരായിട്ടിരിക്കുന്ന അവർ തന്നെയാണ്. കാരണം ഈ കുടുംബത്തിലെ നമ്മുടെ ഒരു മുത്തശ്ശൻ്റെയോ മുത്തശ്ശിയുടെയോ എന്നൊക്കെ പറയുന്ന പോലെ അതുപോലെ നമ്മളെ സ്നേഹിക്കുന്നവരാണ് അവർ. അതുപോലെ തന്നെ പറ്റുന്ന വഴിപാടൊക്കെ നമ്മൾ കഴിക്കുക. കാത്തുകൊള്ളുക ഞങ്ങളെ കരുണാമയേ, കാൽത്തളിർ വണങ്ങുന്നേൻ കരുണാമയേ. നിത്യവും ഭജിച്ചിടാം നിൻ ഗുണങ്ങൾ വാഴ്ത്തിടാം, നിസ്തുല പ്രഭാമയേ നമസ്കരിച്ചിടാം. കാത്തുകൊള്ളുക ഞങ്ങളെ പരദേവതേ, കാൽത്തളിർ വണങ്ങുന്നേൻ കരുണാമയേ.